ദ്വാരപാലക ശില്പങ്ങളുടെയും കട്ടിളപ്പാളിയുടെയും സ്വർണം കവർന്നതിനാൽ 2 കേസുകളാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേസുകളിൽ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ്. പ്രതിപട്ടികയിലുള്ള ദേവസ്വം ഉദ്യോഗസ്ഥരായിട്ടുള്ള മുരാരി ബാബു, സുധീഷ് കുമാറും അറസ്റ്റിലായിട്ടുണ്ട്. മറ്റാരൊക്കെയാണ് അറസ്റ്റ് ചെയ്യുമെന്ന കാര്യത്തിൽ അന്വേഷണ സംഘം ഇപ്പോൾ തന്നെ തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. അതിന്റെ ചില സാങ്കേതിക വശങ്ങൾ കൂടി തന്നെയാണ് പരിശോധിക്കുന്നത്. കട്ടിളപ്പടി കേസിൽ 3 മുതലുള്ള പ്രതികൾ അന്നത്തെ ദേവസ്വം ഉദ്യോഗസ്ഥരാണ്. 3-ാം പ്രതി അന്നത്തെ ദേവസ്വം കമ്മീഷണറും 4-ാം പ്രതി തിരുവാഭരണ കമ്മീഷണറുമാണ്. എക്സിക്യൂട്ടീവ് ഓഫീസർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരും 2019 ദേവസ്വം ബോർഡ് അംഗങ്ങളും പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് പരിഗണനയിലെത്തിയപ്പോൾ നിലവിലെ ദേവസ്വം ബോർഡിനെതിരെ രൂക്ഷമായ വിമർശനം ഹൈക്കോടതി ഉയർത്തിക്കാട്ടിയിരുന്നു. ജൂലൈ 28 വരെയുള്ള മിനിറ്റ്സ് ക്രമരഹിതമാണെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. സെപ്റ്റംബറിൽ ദ്വാരപാലകപ്പാളി കൊണ്ടുപോയ സമയത്തും മിനിറ്റ്സ് ബുക്കിൽ രേഖപ്പെടുത്തുന്നതിൽ വീഴ്ച വരുത്തിയിരുന്നു. എന്ത് മറച്ചു പിടിക്കാനാണ് ദ്വാരപാല ശില്പങ്ങളും വാതിലിന്റെ പകർപ്പ് സൃഷ്ടിക്കാൻ അളവെടുക്കാൻ നന്ദൻ എന്ന ഒരു ആശാരിയെ പോറ്റിയായിരുന്നു നിയോഗിച്ചത്. ദ്വാരപാലക ശില്പങ്ങളുടെയും വാതിൽപ്പാളിയും ഒക്കെ ഇളക്കി മാറ്റിയിരുന്നു. അന്ന് അളവെടുത്ത് നട തുറന്നിരുന്ന സമയത്ത് മേൽശാന്തിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ അളവെടുപ്പ്. ഇതിന് ദേവസ്വം ബോർഡ് രേഖാമൂലമുള്ള അനുമതി കൊടുത്തിട്ട് പോലുമില്ലായിരുന്നു. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഉണ്ണികൃഷ്ണൻ പോറ്റി തമ്മിലുള്ള ആ ഒരു ബന്ധം, ഇടപെടൽ തന്നെയാണ് ഇതിനൊക്കെ സംശയാസ്പദമായി മാറുന്നത്. ഇത് വിശ്വസനീയമല്ലാത്ത പോറ്റിയെ ദേവസ്വം ഉദ്യോഗസ്ഥർ എന്തിനെ ഏൽപ്പിച്ചു എന്നുള്ള ചോദ്യം ന്യായമായി ഹൈക്കോടതി ഉയർത്തിയിരിക്കുന്നു.